ബൊഗൈൻവില്ല കാലമായിട്ട് പൂക്കൾ ഇങ്ങനെ പൂത്തിട്ട് 2 ചെടി ഒരു പോട്ടിൽ ഒന്നിച്ചുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത്. നമുക്ക് ബൊഗൈൻവില്ല മൾട്ടി ഗ്രാഫ്റ്റഡ് ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെടിയുടെ ഇപ്പോഴത്തെ കോലം ഇത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ കീറിപ്പോയി. കാരണം ഇത് പഴയതിൽ നമ്മൾ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പ് കുത്തിയിടില്ലേ, അങ്ങനെ കുത്തിയിട്ട് ഇത് മുളച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ ഇതാണ്ട് ഈ പോട്ടിലോട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പോട്ടിൽ ഓൾറെഡി ഹോളൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളം ലീക്കേജ് ആയി പോകാനുള്ള ഹോളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇടേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നമുക്കിതിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ആദ്യമായിട്ട് ബൊഗൈൻവില്ല നടാനുള്ള മണ്ണ് സെറ്റ് ചെയ്യാണ് നമ്മൾ. മറ്റേ ഗ്രോ ബാഗിലാണ് അത് ഓൾറെഡി വെച്ചേക്കുന്നത്. അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് അതിലെ മണ്ണ് ഉപയോഗിക്കാൻ പറ്റുമോ എന്താണെന്നറിയില്ല. കാരണം മൊത്തത്തിൽ അത് സൈഡിലൊക്കെ പൊട്ടിയിരിക്കുക. അപ്പോൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് ചെടിയിൽ നിന്ന് വേർപെട്ട് വരുമോ എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത്രയും മണ്ണാണ് ഒരു പോട്ടിലോട്ട് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ചരലുള്ള മണ്ണാണ് കേട്ടോ, അതുണ്ടോ ചെറിയ ചെറിയ ചരലുണ്ട്. ഒത്തിരി വലിയ ചരലുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബൊഗൈൻവില്ലയ്ക്ക് വെള്ളത്തിൻ്റെ ഒത്തിരി ആവശ്യമില്ല എന്നറിയാമല്ലോ അല്ലേ. അപ്പോൾ വെള്ളം കെട്ടിക്കിടന്നാൽ അതിൻ്റെ വേരിൽ കെട്ടിക്കിടന്ന് അതിൽ ഫംഗലൊക്കെ ഉണ്ടായിട്ട് അത് ചെടി ചീഞ്ഞ് ചെയ്യാറ്. അപ്പോൾ അതാണ് ബൊഗൈൻവില്ലയ്ക്ക് വരുന്ന ഏറ്റവും ഫസ്റ്റത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേട്ടോ. അതല്ലാതെ പെട്ടെന്ന് പ്രശ്നങ്ങളൊന്നും വരുന്ന ചെടിയല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ചാണകപ്പൊടി അതിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിനാവശ്യമുള്ള വളം വേണമല്ലോ. ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. പറയുന്ന പോലെ മണ്ണിൽ നിന്ന് ഒരു കീടാണുബാധ ഒന്നും വേരിലോട്ടൊന്നും ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്നത്. ചെടിക്ക് ആവശ്യം വേണ്ട എല്ലുപൊടി കേട്ടോ. കണ്ടോ, ഒരു പിടി എടുക്കുന്നുള്ളൂ നമ്മൾ. ഒത്തിരി എല്ലുപൊടിയുടെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ചെടി ഫസ്റ്റ് ഇപ്പോൾ നടുമ്പോൾ ഒത്തിരി കുത്തി നിറച്ച് വളം ചെയ്യണമെന്ന് ആവശ്യമില്ല. ചെടിയൊക്കെ നമ്മൾക്ക് വലുതായതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് വളം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ബാക്കി ആവശ്യമുള്ള വളങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ, വളം എല്ലാ ഭാഗത്തും വരാൻ വേണ്ടിയിട്ട്. ഈ ചരൽ കുറഞ്ഞ മണ്ണ് ഇല്ലാത്തവരില്ലേ, നമുക്ക് അതിൻ്റെ കൂടെ ഉമി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നമുക്കിവിടെ ഉമിയൊന്നും കിട്ടാനില്ല, പക്ഷെ അതൊക്കെ നല്ലതാണ്. വെള്ളം കെട്ടിക്കിടക്കാത്ത മണ്ണായാൽ മതി. ഇത് ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അപ്പോൾ ഇതിൽ ഓൾറെഡി ഹോളുണ്ടല്ലോ, അപ്പോൾ ഹോളിൽ കൂടെ മണ്ണൊന്നും പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ഇതുണ്ടോ, ഇതേപോലെ ഇത് പൊട്ടിയ മൺചട്ടിയുടെ കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ച് പോവുക. പിന്നെ മണ്ണ് മാത്രം നമ്മൾ ഡയറക്റ്റായി ഇട്ട് കഴിഞ്ഞാൽ മണ്ണൊക്കെ ചിലപ്പോൾ ആ ഹോളിലൊക്കെ പോയിരുന്ന് അടഞ്ഞിട്ട് വെള്ളം പുറത്തേക്ക് പോകാണ്ടാവും. അപ്പോൾ ഹോൾസിൽ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്തു. ഇവിടെ നമ്മൾ മണ്ണ് ഇപ്പം ഞാൻ വളമൊക്കെ കാണിച്ചില്ലേ, അതൊക്കെ മിക്സ് ചെയ്തിട്ട് മണ്ണും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബൊഗൈൻവില്ല ഈ പോട്ടില്ലേ, ഇതിനെക്കാട്ടിലും കുറച്ച് ഹൈറ്റ് കുറവാണ് അതിരിക്കുന്ന കവറിൽ. അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മണ്ണ് നമ്മൾ ചെറുതായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാൻ പോകാം കേട്ടോ. അതിൽ വളമൊക്കെ മിക്സ് ചെയ്ത മണ്ണാണ്, കുറച്ച് ചെറുതായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ ചെടിയില്ലേ, ഈ ചെടി മെല്ലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കണം. അത് പിടിച്ചപ്പോഴേക്കും തന്നെ കയ്യിലേക്ക് വന്നു കവറ്. ആ കത്രിക ഒന്ന് എടുത്തിട്ട് വേണം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഓൾറെഡി പൊളിഞ്ഞു വന്നു. അപ്പോൾ ഇതിന് എങ്ങനെയാണെന്ന് അറിയില്ല, എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ ആ ഭാഗം മാത്രമാക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കാം. ഇതിൻ്റെ ഇവിടെ ചെറുതായിട്ട് മണ്ണ് തട്ടിക്കളയാം. 2 ചെടി ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നിച്ചെടുത്ത് വെക്കാൻ പറ്റില്ല, വേരുകൾ എങ്ങനെ ഇരിക്കണമെന്ന് അറിയില്ല. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം.
ഇത് ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. കാരണം കണ്ടോ, ഇതൊരു ചെടിയായിരുന്നു, 3 കമ്പുണ്ടായിരുന്നു. ഇതൊരു ചെടിയുടെ, ഇതൊന്നിൻ്റെ രണ്ടാമത്തെ ചെടി. ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ ഈ റെഡ്. പക്ഷേ ഇതിൻ്റെ വേര് കണ്ടോ, മറ്റേ ചെടിയായിട്ട് കണ്ടോ, വലിക്കുമ്പോൾ ആ ചെടി ഇളകുണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ വേർപെടുത്തി എടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയത്തില്ല. ഇതാ ഒന്നിൻ്റെ വേര് ഇച്ചിരി പൊട്ടി വന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ മെയിൻ വേരൊന്നും പൊട്ടിയിട്ടില്ല. ഇതും അതേപോലെ നമ്മൾ മെല്ലെ ഇതേപോലെ പുഴക്കിയെടുത്ത് നോക്കാം നമുക്ക്. സക്സസ് ആയിട്ടോ. ഇവിടെ ഒരു വേരുണ്ട്. അപ്പോൾ കണ്ടോ, ഇത് ശരിക്കും നമ്മൾ ബൊഗൈൻവില്ല ഇതേപോലെ പുഴക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി പിടിച്ച് കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഭയങ്കര സെൻസിറ്റീവാണ് ഈ ബൊഗൈൻവില്ലയുടെ വേരുകളൊക്കെ. അപ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ളൂ. അത് കാരണം മൊത്തത്തിൽ ആ കവറൊക്കെ പൊട്ടിയിരിക്കുകയല്ലായിരുന്നോ, കണ്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഒന്ന് നട്ട് നോക്കാം. പിന്നെ ഈ വലിയ വേരുകളൊന്നും കണ്ടോ, ഒന്നും പറ്റിയിട്ടില്ല വലിയ വേരുകൾക്കൊന്നും. കണ്ടോ ചെടി ഇത്രയും വലിയ ചെടി ആവുകയും ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഇതിങ്ങനെ നട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല ഉന്മേഷത്തോടെ നിർത്തിയിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ പിടിച്ചു എന്താണെന്നുള്ള അപ്ഡേറ്റ് ഞാൻ പറയാം കേട്ടോ. ഇത് നമ്മൾ കണ്ടു, ഇവിടെ ഒരു ചാമ്പയുടെ തൈ മരമുണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്തോട്ടാണ് വെച്ചേക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഏത് ചെടി നടുമ്പോഴും ഇത് വേര് പിടിച്ച് വരാൻ വേണ്ടി ഒരു ഇത്തിരി നേരം എടുക്കില്ലേ, കുറച്ച് ദിവസങ്ങളെടുക്കും. അപ്പോൾ 2-3 ദിവസമെങ്കിലും അതൊരു മണ്ണുമായിട്ട് സെറ്റായി വെള്ളമൊക്കെ വലിച്ചെടുക്കാവുന്ന ഒരു ശക്തി അതിന് കിട്ടുന്നത് വരെ നമ്മളെപ്പോഴും ഷെയ്ഡി വെക്കണം. അത് ഏതൊരു ചെടിയായാലും അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ ഗാർഡനിങ്ങും നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആയുള്ള വീഡിയോ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.